ഒരു ജലാശയം പുനർജനിച്ചു ആ സൗഹൃദ കൂട്ടായ്മയിലൂടെ. കൊണ്ടാഴി പഞ്ചായത്ത് 10-ാം വാർഡിലെ വലിയകുളം വൃത്തിയാക്കി വയലകം സൗഹൃദ കൂട്ടായ്മ. കൊണ്ടാഴി 10-ാം വാർഡ് കൂളിക്കുന്നിലുള്ള വലിയകുളം പായലും ചണ്ടിയും കയറി നശിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. പ്രദേശത്തെ ജനങ്ങൾ കുളിക്കാനും അലക്കാനും മറ്റാവശ്യങ്ങൾക്കുമായി ഏറെ ഉപകാരപ്രദമായിരുന്ന കുളമായിരുന്നു ഇത്. ഈ കുളം വൃത്തിയാക്കുവാനായി പ്രദേശത്തെ വയലകം കൂട്ടായ്മ വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് കുളം ശുചീകരിക്കുന്നതിനുള്ള ശ്രമകരമായ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു. മധുര ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ധൻ ഫൗണ്ടേഷന്റെ സഹായ സഹകരണത്തോടു കൂടിയാണ് ഇൻഡസ് ബാങ്ക് CSR ഫണ്ട് ഉപയോഗിച്ച് കുളം വീണ്ടെടുക്കുന്നതിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. ചേലക്കോട് ബ്ലൂസ് ക്ലബ്ബും കർഷക കൂട്ടായ്മയും വയലകം ഗ്രൂപ്പിനൊപ്പം കുള നവീകരണത്തിനായി കൈകോർക്കുകയാണ്. 10-ാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം മുഹമ്മദ് നൌഫൽ കുളം ശുചീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൊണ്ടാഴി പഞ്ചായത്തിലെ തന്നെ ഏറ്റവും പുരാതനവും ഏറ്റവും വലിയൊരു കുളവുമാണ് ആ പേര് പോലെ തന്നെ വലിയകുളം എന്ന് പറഞ്ഞു. ചേലക്കോട് 10-ാം വാർഡിലാണ് ആ കുളം നിലനിൽക്കുന്നത്. നിരവധി ആളുകൾക്ക് ഉപകാരപ്രദമാണ്. പണ്ടൊക്കെ നമ്മൾ കന്നുകാലികളെ കഴുകാനും അലക്കാനും അതുപോലെ കുളിക്കാനും ഒക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കുളമായിരുന്നു. പക്ഷേ 2 വർഷമായിട്ട് എന്തോ ഒരു ചെറിയ രീതിയിൽ പായൽ വന്നതാണ്. അതിങ്ങനെ മൂടി ഏകദേശം ആ കുളം മൊത്തം പച്ച കളറായി, വെള്ളമൊക്കെ മാറി മുകളിൽ പച്ച പുല്ല് വളരുന്ന അവസ്ഥ വരെ എത്തി. അപ്പോൾ ഈ ഒരു കുളത്തിന്റെ ഒരു അവസ്ഥ കണ്ട് ഇവിടേക്ക് ഈ കമ്പനികളുടെ CSR ഫണ്ട് ഉണ്ട്. ഈ CSR ഫണ്ടിൽ അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ CSR ഫണ്ട് ധൻ ഫൗണ്ടേഷൻ വഴിയാണ് ഈ ഇതിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം വന്നപ്പോൾ ഇവിടുത്തെ ആളുകൾ, നാട്ടുകാർ, അത് ആ ഫണ്ട് നമ്മൾ ഏതൊരു ഫണ്ടും എങ്ങനെ വരുന്നല്ല നമ്മൾ അറിയേണ്ടത്. ആ ഫണ്ട് വന്നാൽ അതിനെങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും എന്നാണ് ചിന്തിക്കേണ്ടത്. ആ ഫണ്ട് എന്ന് കേട്ടപ്പോൾ തന്നെ ഇവിടുത്തെ നാട്ടുകാർ ഒപ്പം കൂടി വയലകം എന്ന് പേരുള്ള ഒരു കമ്മ്യൂണിറ്റി, ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അതിൽ ബ്ലൂസ് ക്ലബ്ബ് ഉണ്ട്, സാധാരണക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, കൃഷിക്കാരുണ്ട്, പാടശേഖരക്കാരുണ്ട്, എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് നമ്മുടെ നാടിന്റെ ഒരു പൊതുവായ ആവശ്യമാണ് ഈ കുളം നേരാക്കൽ എന്നുള്ള ഒരു ഇതിലെത്തി ഇന്നിപ്പോ ഇവിടെ ഒത്തുകൂടി ഇതാ അവിടെ ചണ്ടി വാരിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ചേലക്കോട് പ്രദേശത്തെ 10-ാം വാർഡിലെ ഒരു സുന്ദരമായ ഒരു കുളമാണിത്. ഇത് തൊഴിലുറപ്പ് പദ്ധതിയിൽ വെച്ച് വളരെ നല്ല രീതിയിൽ എന്താ പറയുക, ഈ ഗ്രാമത്തിന്റെ ഒരു മുഖമാണ് കുളം എന്ന് പറയുന്നത്. ഈ പൊതുകുളങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ ഗ്രാമീണ ഭംഗി നിലനിൽക്കാൻ ഈ കുളങ്ങളൊക്കെ അന്യം നിന്ന് പോവരുത്. ആ കുളങ്ങൾ നിലനിൽക്കുന്ന ഗ്രാമത്തിന്റെ ഭംഗിക്ക് അനിവാര്യമാണ്. അപ്പോൾ ഇത് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതിൽ നല്ല രീതിയിൽ ഇത് സൈഡൊക്കെ കെട്ടി, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കും. ഈ വരുന്ന 5 കൊല്ലത്തിന്റെ ഉള്ളിൽ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മുടെ നാടിന്റെ ഒരു മുഖമുദ്രയായിട്ട് ഈ കുളത്തിനെ നിലനിർത്താൻ വേണ്ടി ഞാൻ പരിശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സത്യേട്ടൻ, ഉണ്ണിഷേട്ടൻ, ഈ ഫൗണ്ടേഷന്റെ ആളുകൾ, രാജേന്ദ്രേട്ടൻ തുടങ്ങി ഇവിടെ എത്താത്ത കുറച്ച് ആളുകളുണ്ട്. അവരും കൂടി അതിൽ കൂട്ടി പറയാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നുണ്ട് കാലത്ത് കുറെ ആളുകൾ ഇതിന്റെ ഒപ്പം നടന്ന ആളുകൾ വന്നിട്ട് പോയിരുന്നു. അവർക്ക് ഓരോ ഇവിടെ തൊഴിലുള്ള കാരണം അവർ പോയിട്ടുള്ളതാണ്. അവരെയും എല്ലാവരെയും ഇതിലേക്ക് ഇത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച എല്ലാവർക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ശരി. വലിയകുളം വയലകം ഗ്രൂപ്പ് പ്രസിഡന്റ് ഷിഹാബ് മാങ്ങോട്ടുപീടികയിൽ അധ്യക്ഷനായി. സെക്രട്ടറി രാജേന്ദ്രൻ പൂളയ്ക്കൽ, ട്രഷറർ സത്യൻ ഊരത്ത്, ധൻ ഫൗണ്ടേഷൻ റീജിയണൽ ഓഫീസർ VK വിഷ്ണു, അസോസിയേറ്റ് മെമ്പർ T ഹരിദാസ്, പദ്ധതി കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ ചാഴിയോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. 1 ഏക്കർ 8 സെന്റ് വലിപ്പമുള്ള കണ്ടുകയറി നശിച്ച കുളമാണ് ഒരു ഗ്രാമത്തിന്റെ ഐക്യത്തിൽ ഒത്തൊരുമിച്ചുള്ള പ്രയാണത്തിൽ പുനരുജ്ജീവനത്തിലൂടെ സമൂഹത്തിന് മാതൃകയാവുന്നത്.